Good morning, everyone. Prayer. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspire and guide us. Bless our classmates and all the people who care for us. Come to our hearts and make us attentive, patient, and diligent to understand the lessons that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. Thank you, everyone. Sign in. My good morning to everyone. I am Asina. Let us start to study our class with joy, refreshment, excitement to learn. Anyway, let's welcome the Miss to class. Today class is conducted by Miss Jisha ma'am. Welcome ma'am. I invite Thor to say. Thank you. Good morning, everyone. Today's thought of the day: the beautiful thing about learning is that no one can take it away from you. Thank you. ഒരു കഥ പറയട്ടെ. ഓക്കെ. പിപ്പുവിന്റെ പറക്കൽ. ഒരു ദിവസം പട്ടക്കുട്ടന്മാർ എല്ലാവരും പറക്കാൻ പോയി. കാറ്റു വന്നതും അവർ ഇഷ്ടം പോലെ പറന്നു നടന്നു. പിപ്പു പട്ടത്തിന് അപ്പോൾ ഒരു ആഗ്രഹം, കുറച്ചുകൂടെ ഉയർന്നു പറന്നാലോ. പിപ്പു കൂട്ടുകാരെ വിട്ട് നേരെ മുകളിലേക്ക് പറന്നു. അത് കണ്ട് ചിക്കു പട്ടം പറഞ്ഞു, പിപ്പു അത്രയും ഉയരത്തിൽ പറക്കണ്ട, അത് ആപത്താണ്. പിപ്പു അതൊന്നും കേട്ടില്ല. അവൻ ഉയരത്തിലേക്ക് പറന്നു. ഹായ് ഹായ്, നല്ല രസം. അങ്ങനെ പറന്ന് പറന്ന് പിപ്പു കുറെ ഉയരത്തിലെത്തി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഷിർ. ചിക്കുപട്ടവും കൂടെയുള്ള പട്ടക്കുട്ടന്മാരും വേഗം താഴേക്ക് പറന്നു. എന്നിട്ടൊരു മരച്ചുവട്ടിലിരുന്നു. ഹാവു, മഴ നനയാതെ രക്ഷപ്പെട്ടു, അവർ ആശ്വാസത്തോടെ പറഞ്ഞു. പക്ഷേ പിപ്പുവോ? അവന് വേഗം പറന്ന് താഴെ ഇറങ്ങാൻ പറ്റുമോ? നല്ല ഉയരത്തിലല്ലേ പറക്കുന്നത്. പിപ്പു മഴയാകെ നനഞ്ഞു. അവന്റെ വാലും കൈകളും എല്ലാം നനഞ്ഞു കീറിപ്പോയി. തലയോ നനഞ്ഞു കുതിർന്നു. പിപ്പുവിന് പറക്കാൻ പറ്റാതെയായി. അവനൊരു മരത്തിന് മുകളിൽ വന്ന് വീണു. പിന്നീട് എപ്പോഴോ കാറ്റടിച്ച് താഴെയും എത്തി. കുറെ കഴിഞ്ഞതും മഴ മാറി വെയിലെത്തി. അപ്പോഴതാ പട്ടക്കുട്ടന്മാരെല്ലാം വീണ്ടും പറക്കാൻ പോയി. വാലും കൈകളും ഇല്ലാത്ത പിപ്പു വിഷമിച്ചിരുന്നു. കൂട്ടുകാരുടെ കൂടെ മര്യാദയ്ക്ക് പറന്നാൽ മതിയായിരുന്നു, പിപ്പുവിന് തോന്നി. താങ്ക് യു.
ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ഇല്ല. അതാ ഇനി എടുക്കാൻ പോണേന്ന് തോന്നുന്നു. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? കുറച്ചെടുത്തായിരുന്നോ മാം? അതെയോ? ആ. ഫസ്റ്റ് പാരഗ്രാഫും കണ്ട് പറഞ്ഞു കഴിഞ്ഞ പിന്നെയാണ് സർവേയുടെ കാര്യം പറഞ്ഞത്. അതെ അതെ അതെ. പേജ് നമ്പർ ഒന്ന് പറയാവോ? കുറേ ക്ലാസ് കേട്ടിട്ട് 91. എന്ത് പറ്റി കുറെ നാളായിട്ട് ക്ലാസ്സിൽ കയറാത്തത്? പനിയായിട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു. തലയെല്ലാം കഫം കെട്ടിക്കിടക്കുക. മാറിയോ ഒരു? ഇല്ല, കുറേയായി. ഇപ്പൊ ഒരുമാതിരി കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്താ അങ്ങനെ പനി വന്നേ? ഇൻഫെക്ഷൻ ഇത് കുറച്ച് കുഞ്ഞിൻ്റെ കിട്ടിയതാ പനി. അതാണെങ്കിൽ ഇൻഫെക്ഷൻ ആയി. അലർജി ഉണ്ട്. പിന്നെ സയൻസസ് ഇവിടെ ബ്ലോക്ക് ഉണ്ട് മൂക്കിൻ്റെ അവിടെ. അന്നേരം അത് ഇങ്ങനെ വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ മാറത്തില്ല എന്ന് പറഞ്ഞു. ശരി ശരി. ടേക്ക് റെസ്റ്റ്. എങ്ങനെയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളതാ വിഷയം. അതാ ഇത്ര ഇതായത്. റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അല്ലേ? കുറച്ച് ഇതായിട്ട് വരുന്നു. ഓക്കെ, സോ നിങ്ങൾ പ്രെയർ ഒക്കെ കഴിഞ്ഞോ? പ്രെയർ ഒക്കെ കഴിഞ്ഞു. നമ്മള് നമ്മുടെ പോർഷൻ എവിടെ വരെയായി? ലൈക്ക് നമ്മൾ പാർട്ട് 3 യൂണിറ്റ് 3 ആയിരുന്നു, പക്ഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കാനുണ്ട്. ഇപ്പൊ യൂണിറ്റ് 3 എവിടെയെങ്കിലും വെച്ച് ഒരുവിധം ഒന്ന് ആയിട്ടുണ്ടോ? ലോ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ. വേറെ സെക്കൻഡും ഫോർത്തിന്റെയും റെക്കോർഡ് ഡീറ്റെയിൽസ് തന്നായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള എന്റെ ഡീറ്റെയിൽസ് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു ക്ലാസ്സിൽ. ഫസ്റ്റും ഫോർത്തിന്റെയും ഡീറ്റെയിൽസ് തന്നു അല്ലേ? സെക്കൻഡും ഫോർത്തും ആണ് ചെയ്തത് ആദ്യം. മൈ കളക്ഷൻ ബുക്കും പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, ഇത് രണ്ടും അല്ലേ ചെയ്തത്? ഓക്കെ. സെക്കൻഡും തേർഡും നമുക്ക് റൈമും സ്റ്റോറീസും ആണ്. നിങ്ങൾ 13 അല്ല? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് തരേണ്ട സമയമായി. ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായോ? ഫിഫ്ത്ത് റെക്കോർഡിന്റെ അല്ലേ ഇട്ടിരിക്കുന്നത്? അത് അതുപോലെ തന്നെ ചെയ്യാനുള്ളതാണോ? അതുപോലെ തന്നെ എഴുതുവാണെങ്കിൽ പിന്നെ അതിന്റെ പിക്ചേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചേഴ്സ് നിങ്ങൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യണം. ഓരോ ടൈറ്റിൽ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് കോപ്പി ചെയ്യണം. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ മെയിൻ ആയിട്ടുള്ള മോണ്ടിസോറി മെറ്റീരിയൽസ് ഇവിടെ വാങ്ങിയതിന്റെ ഡയറക്റ്റ് പിക്ചേഴ്സ് എടുത്തിട്ടാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ടൈറ്റിൽ നോക്കി ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഓരോ ടൈറ്റിലിനനുസരിച്ചുള്ള പിക്ചേഴ്സ് സമയം ഇപ്പോൾ എക്സാം ടൈം ആയത് കാരണം ഡൗൺലോഡ് ചെയ്തെടുത്തൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം നല്ല രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറാന്ന് വിചാരിക്കണു. ആ ലാസ്റ്റ് റെക്കോർഡ്, അതായത് ഇപ്പം ഫിഫ്ത്ത് റെക്കോർഡ് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ്, അത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ആണ്. അതിന് എക്സാം ഒന്നുമില്ല. അതാണ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കില്ല. അതായത് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾ, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മോഡ്യൂൾ 3 അപ്പൊ നമ്മൾ എല്ലാം കൂടെ അങ്ങ് കോപ്പി ചെയ്ത് വെറുതെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ ഓൾറെഡി ടെക്സ്റ്റിലുള്ള കാര്യം അതിന്റെ മെയിൻ വേണ്ടുന്നത് മാത്രം. അപ്പൊ ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഇവന്തോ വർഷങ്ങൾക്ക് മുമ്പ് അവരത് ഡിസൈൻ ചെയ്തെങ്കിലും ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ മെറ്റീരിയൽസിലും കുറെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം സെയിം തന്നെ. അത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്ന മെറ്റീരിയൽസ്
അതിന്റെ രൂപമൊക്കെ മാറിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളും എല്ലാം സെയിം തന്നെ. അതുകൊണ്ട് പ്രിൻസിപ്പിൾസും ഫീച്ചേഴ്സും എല്ലാം അത് തന്നെ, അതൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. മെറ്റീരിയൽസിൽ കുറച്ച് ഡിസൈനിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് സമയം പോലെ കോപ്പി ചെയ്ത് വെക്കാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ കൊടുത്തേക്കുന്ന ആ റെക്കോർഡ്സിന്റെ നോട്ട്സ് നമ്മൾ അത് കോപ്പി ചെയ്യണോ? അത് നോക്കിയിട്ട് അത് നോക്കിയിട്ട് എഴുതണം. ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിക്കണം. ഓക്കെ ഓക്കെ, അത് മോഡ്യൂൾ 3 നിങ്ങൾ വെറുതെ ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 7 പിക്ചറാണ് കൊടുത്തേക്കുന്നത്. അത്രയും പിക്ചറല്ലേ ഉള്ളൂ? 7 അല്ലല്ലോ, അതിൽ കൂടുതലുണ്ടല്ലോ. ഇട്ടിരിക്കുന്നതിൽ 7 പിക്ചർ 7 ഉള്ളൂ. PDF അല്ലേ? PDF ആണ്. ഞാൻ പറയാം. 7 പേജ് ഉള്ളൂ മാം, പക്ഷെ പിക്ചർ കുറെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 പിക്ചേഴ്സ് കാണുമായിരിക്കും. 20-20-നടുത്തുണ്ടാവണം. മെയിൻ ആയിട്ട് 21 ഉണ്ട്. 21 ഉണ്ടോ? ഓക്കെ, എനിക്ക് ഡൗൺലോഡ് ആവാത്തതായിരിക്കും. ഞാൻ അത്രേ കണ്ടുള്ളൂ, കുറച്ച് പിക്ചറേ കണ്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള എല്ലാ പിക്ചേഴ്സും, അതായത് എല്ലാ ഏരിയയിലും നിങ്ങൾ മോഡ്യൂൾ 3 എടുത്തൊന്ന് വെറുതെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് 5 പാർട്ട് ഉണ്ട്. നമ്മൾ റെക്കോർഡ് എഴുതുന്നതും 5 പാർട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മോഡ്യൂൾ 3 ആണ്. അതിൽ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് മുഴുവനും ഇതിലേക്ക് കോപ്പി ചെയ്ത് വെക്കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ബ്രീഫിംഗ് ആണ് നമ്മൾ അപ്പാരറ്റസ് റെക്കോർഡിൽ, മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതുന്നത്. അപ്പൊ ഞാൻ 2nd, 3rd റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. മിക്കവാറും പൂജ ഹോളിഡേസിന് ശേഷമായിരിക്കും നമ്മള് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുക. കാരണം 2nd, 3rd റെക്കോർഡ് പറയാം. ഈ പിക്ചറിൽ തന്നിരിക്കുന്നതൊക്കെ ഇനി നമുക്ക് അല്ലാതെ ചെയ്യാനുള്ളത് തന്നെയാണോ മാം? അതെ അതെ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മെറ്റീരിയൽസ് ആണ്. അതിന്റെ ഡയറക്റ്റ് പിക്ചേഴ്സ് എടുത്തിട്ടുള്ളതാണ്. അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാനുള്ളതാണോന്ന് ഓരോന്ന് പിന്നീട് പറയുന്നതാണോ ചെയ്യാന്? നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമാണോ ചോദിച്ചേ? അതെ അതെ അതെ, ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. അതെല്ലാം വുഡിലുള്ളതാണ്. പിന്നെ ആകെ കുട്ടികൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചാർട്ട് പേപ്പർ കൊണ്ട് ഞങ്ങള് കളർ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ ബീഡ്സും. എന്താണ്? കളർ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപർണ മാം. യെസ്. നമ്മൾ മറിയ മോണ്ടിസോറി അതെല്ലാം ഒറിജിനൽ മെറ്റീരിയൽസ്, നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റൽ, ഹസീന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മെറ്റൽ, പിന്നെ അതുപോലെ തന്നെ വുഡ്, ഗ്ലാസ്. നമുക്കത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ കാർപ്പൻട്രിയുടെ ഒക്കെ വർക്ക്ഷോപ്പ് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ വലിയ ഫർണിച്ചർ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒത്തിരി മെറ്റീരിയൽസ് ഈ പറഞ്ഞ പോലെ വുഡൻ പീസസ് അവർക്ക് വേസ്റ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് മെഷർമെന്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ലപോലെ അത് ഫിനിഷ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് ചെയ്തു തരാനായിട്ട് പറ്റും. നമ്മൾ പിന്നെ അത് പറഞ്ഞപ്പോ ഞങ്ങൾ ഓൾറെഡി കുറച്ചു പേരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇത്തിരി തിരക്കാണ്, സാവധാനം ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കൂ. അങ്ങനെ കാരണം പിങ്ക് ടവറിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് കളർ, ക്രോമാറ്റിക് സെൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ഷേപ്പ്, ക്യൂബ് ഷേപ്പ് ആണല്ലോ, ആ ഷേപ്പ് വരും. പിന്നെ വരുന്നത് അതിന്റെ സൈസ്, കാഴ്ചയിൽ ആ ഒരു സൈസ് ഡിഫറൻസ് മനസ്സിലാവും. വുഡ് ആണെങ്കിൽ കയ്യിലെടുക്കുമ്പോൾ വെയിറ്റ് മനസ്സിലാവും. നമ്മൾ ചാർട്ട് പേപ്പറിലാവുമ്പോൾ അവർക്ക് വെയിറ്റ് മനസ്സിലാവില്ല. അപ്പൊ എല്ലാ ഡയമെൻഷൻസും മനസ്സിലാകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ പിങ്ക് ടവർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചാർട്ട് പേപ്പറിൽ അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് ശരിക്കും മറിയ മോണ്ടിസോറിയുടെ പിങ്ക് ടവർ അല്ല, അവര് വുഡാണ്, നാച്ചുറൽ വുഡ്, പിന്നെ മെറ്റൽ, പിന്നെന്താണ് ഗ്ലാസ്. ഇത് യൂസ് ചെയ്തിട്ടാണ് എല്ലാ മെറ്റീരിയൽസും ചെയ്തിരിക്കുന്നത്. പിന്നെ ഫൈബേഴ്സ്, അതായത് ക്ലോത്ത് ഒക്കെ ഉണ്ടല്ലോ, അത് നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ടുള്ള ക്ലോത്ത്, ലൈക്ക് ജൂട്ട്, വൂൾ, കോട്ടൺ, സിൽക്ക്, പിന്നെ സിൽക്ക് കോട്ടൺ മിക്സ്, അങ്ങനെയുള്ളത്. പോളിസ്റ്റർ, സിന്തറ്റിക് ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ കോസ്റ്റ്ലി തന്നെയാണ്.
നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ 2-3 കൂടെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കളർ ടാബ്ലറ്റ്സ് ആണെങ്കിലും ശരിക്കും അതിന്റെ ഒരു ഫ്രെയിം പോലെയുള്ളത് വുഡൻ പീസാണ്. ഒരു ഫ്രെയിം പോലെ വെച്ചിരിക്കുന്ന ഒരു വുഡൻ പീസാണ്. പിന്നെ ഇത് വരുന്ന കേസസ് എല്ലാം വുഡിന്റെ കേസാണ്, ബോക്സുകളൊക്കെയാണ്. അങ്ങനെ ഈവൻ ആ ബോക്സ് തന്നെ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റിയാണ്, ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും ബോക്സ് ക്ലോസ് ചെയ്യുന്നതും ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ പറഞ്ഞു തരും കേട്ടോ. പാർട്ട് 3യുടെ ഒരു പകുതി ആവുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷൻസ് കഴിയും. കാരണം 4th-നാണ് 10th-ന് MT10-ന് പ്രാക്ടിക്കൽ സെഷൻ വച്ചിരിക്കുന്നത്, നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട്. അപ്പോ മോസ്റ്റ് പ്രോബബിളി ഞാൻ പ്ലാൻ ചെയ്യുന്നത് നവംബർ 2nd സാറ്റർഡേ ആണ്. വേറൊന്നുമല്ല, നമ്മളുടെ മറ്റേ മണിപ്പൂരി കുട്ടിയുണ്ടല്ലോ കിം ഡിസംബറിൽ നാട്ടിലേക്ക് പോവാണ്. പിന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല. അപ്പൊ പോണതിന് മുമ്പ് കിം പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ബാച്ചിൽ തന്നെ കിം വരുവാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒന്ന് കാണാലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ബാച്ചിന് ഞാൻ നവംബർ 2nd സാറ്റർഡേ ആണ് കിമ്മിനും പറ്റുള്ളൂ. കാരണം ബാക്കി സാറ്റർഡേസ് 2nd 4th ബാക്കി സാറ്റർഡേസ് കിമ്മിന് ക്ലാസ് ഉണ്ട്. അപ്പോ നവംബർ 2nd സാറ്റർഡേക്ക് പ്രതീക്ഷിച്ചിരുന്നോളൂ. ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ആ ടൈമിൽ നിങ്ങളുടെ ആയില്ലെങ്കിൽ 12 എങ്ങാനും ആണെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് 2 ക്ലാസ്സിന് വെച്ചാലോ എന്നൊക്കെ ഞാൻ വിചാരിക്കട്ടെ. എത്ര കുട്ടികൾ വരുന്നൊക്കെ ഒന്ന് കൺഫേം ആക്കിയിട്ട്. കാരണം ഗ്രൂപ്പിലെ പല മെസ്സേജും എനിക്കും കാണാറുണ്ട്. അപ്പൊ കുറെ പേര് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തമ്മിലൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം കിമ്മിനെന്തോ സർജറി ഉണ്ട്, കിഡ്നി സ്റ്റോണിന്റെ. അപ്പൊ അതുകൊണ്ട് കിമ്മിന്റെ നവംബർ 2nd സാറ്റർഡേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ അത് പ്ലാൻ ചെയ്തിരുന്നുള്ളൂ. പാർട്ട് 3 ടീച്ചേഴ്സ് തിയറി എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷന്റെ ഡെമോ ഓൺലൈനായിട്ട് കാണിക്കും. കാരണം എല്ലാവർക്കും വരാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഓഫ്ലൈനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് ചെയ്യുന്നത്. അപ്പൊ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല പോലെ ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് അവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാവും. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഒരു നൈറ്റ് ഞാൻ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷന്റെ ഒരു ക്ലാസ്, അതായത് മോഡ്യൂൾ 3യുടെ ക്ലാസ് ഞാൻ വെക്കും. നൈറ്റ് വെക്കുന്നത് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ടൈമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതെ, ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ടേ നേരിട്ടുള്ളത് വരുള്ളൂ. നവംബറിലാണല്ലേ മാം? നവംബർ 2nd സാറ്റർഡേ പറഞ്ഞല്ലോ. കിമ്മിന്റെ ഒരു സൗകര്യം നോക്കിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, കുട്ടി പോവുകയാണല്ലോ. പിന്നെ അതിന് ഹോസ്പിറ്റൽ ഒരു എമർജൻസി കൂടെ വരുന്നത് കൊണ്ടാണ് നവംബർ 2nd സാറ്റർഡേ എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിസ്, ഞങ്ങൾക്കും കിമ്മിനെയൊക്കെ കാണണമെന്നുണ്ട്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ 13 നിങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെ വെക്കാം. കിമ്മും ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു മേഡവും കൂടിയാണ് വരുന്നത്. അപ്പൊ മറ്റ് 3 മണിപ്പൂരി കുട്ടികൾ അവര് ഇവിടെയല്ല. ഒരാള് ബാംഗ്ലൂരും ബാക്കി 2 പേര് ഡൽഹിയില്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കോഡിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, സോ റൈം. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്കാണ്. ഇല്ലിസ്ട്രേഷൻ വേണം. അതായത് നമ്മൾ എഴുതുന്ന ഓരോ റൈമിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ഒട്ടിക്കണം. പിന്നെ ഈ റൈം, അതായത് ആക്ഷൻ പോലെ, ആക്ഷൻ സോങ് പോലെ നമുക്ക് കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള സിമ്പിൾ റൈംസ് ആണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 8 to 12 ലൈൻസ് എഴുതിയിരിക്കുന്നത്. കാരണം നമ്മൾ 20, 25, 30 ലൈൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾ ഒക്കെ അത്ര താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് നഴ്സറി റൈംസ് ഒക്കെ നോക്കൂ, അത്ര വലുതില്ലല്ലോ, എല്ലാം ചെറുതല്ലേ. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവരങ്ങ് പഠിക്കും അത്.
അപ്പൊ അതുകൊണ്ടാണ് അത്ര കുറവ് ലൈൻസിൽ എഴുതാനായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ ഓരോന്നിനും ഓരോ തീം തന്നിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള റൈം. അപ്പൊ നോക്കിയാൽ അറിയാം, ഈ റൈംസ് വെച്ചിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അല്ലാതെ ക്ലാസ് എടുക്കുന്ന പോലെ ചെയ്താൽ കുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് കിട്ടില്ല. ആൽഫബറ്റ് സോങ്ങിന്റെ രൂപത്തിൽ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവർക്കത് മനസ്സിലാവും. നമ്പേഴ്സ് ആണെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ് ആണെങ്കിലും അങ്ങനെ. പിന്നെ എന്തെങ്കിലും EVS-ലൊക്കെ ക്വസ്റ്റ്യനും ആൻസറും പഠിപ്പിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് റൈം ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലും. പിന്നെ ജനറൽ നോളജ് GK പറഞ്ഞു കൊടുക്കാനും അങ്ങനെ സയൻസിന്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റൈംസ് ക്രിയേറ്റ് ചെയ്യും. ഒരു തീമിന് 2 റൈംസ്. ഇത് ഓൺ ക്രിയേഷൻ ആണ്, എവിടെയും നോക്കി കോപ്പി ചെയ്യല്ല. ഓൺ ആയിട്ട് എഴുതുന്നവരുടെ മാർക്ക് അവർക്ക് അതുപോലെ കിട്ടും. എവിടെയെങ്കിലും നോക്കി കോപ്പി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത്ര എഫേർട്ട് എടുത്തില്ലെന്നേ നമ്മൾ മനസ്സിലാക്കുള്ളൂ, നമുക്കത് തരാനായിട്ട് പറ്റില്ല. മാം 2 സോങ്ങിനും വേണോ പേസ്റ്റ് ചെയ്യണോ? അതിന്റെ ഇല്യൂസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞത് 2 സോങ്ങിനും വേണം. 2 സോങ്ങിനും വേണം. ഓക്കെ, ഞാനിപ്പോ കാണിച്ചു തരാനായിട്ട്. ഫസ്റ്റ് ആൽഫബറ്റിക്കൽ സോങ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആൽഫബറ്റ്സ് പഠിപ്പിക്കണം. ഭയങ്കരമായ ക്രിയേറ്റിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും പിന്നെ വലിയ നല്ലപോലെ ടോണൊക്കെ ഉണ്ട്. പാടാനൊക്കെ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ കുട്ടികളെ പെട്ടെന്ന് തന്നെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തന്നെ അവരെ കയ്യിലെടുക്കും. ഒരു റൈം ഉണ്ടല്ലോ, ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ മാം പറയുമായിരുന്നു, അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. കുട്ടികൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഫ് യു ഹാപ്പി ആൻഡ് ടു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് അല്ലെ, കേട്ടിട്ടില്ലേ? അതിൽ നമുക്ക് എന്ത് ആക്ഷൻസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ഇത് കുട്ടികളെ കൊണ്ട് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഫുൾ ഡേ ഒക്കെ സെഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടാവുമല്ലോ, തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ്. അതിനൊക്കെ ഞങ്ങൾക്ക് തരും ഈ ഒരു സോങ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ്, ഈ ഒരു റൈം വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഞാൻ ചെയ്തത് പറയാം, ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എഴുതിയത്. പിന്നെ ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ടും ആൽഫബറ്റിക്കൽ സോങ് ചെയ്യാം കേട്ടോ. ഫോണറ്റിക് സൗണ്ട് ശരിക്കും അത് നല്ലതാണ്, നമ്മൾ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം. ഓക്കെ, സോ ദ റൈം ഞാൻ എഴുതിയത് ABCD കം ടുഗദർ, EFGH സ്റ്റാൻഡ് ടുഗദർ. ആക്ഷൻസും ചെയ്യിക്കാം അതിൻ്റെ ഒപ്പം. IJKL സിറ്റ് ടുഗദർ, MNOP ജംപ് ടുഗദർ, QRST റൺ ടുഗദർ, UVW ക്ലാപ്പ് ടുഗദർ, XYZ സ്റ്റേ ടുഗദർ. അങ്ങനെ ഞാൻ എഴുതിയത്. അപ്പൊ എൻ്റെ ഒരു സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു, ആ സ്റ്റെൻസിൽ വെച്ചിട്ട് ഞാൻ ആൽഫബറ്റ്സ് ഒന്ന് എഴുതി താഴെ കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലത്തെ ഒരു പിക്ചർ എന്റെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ്. നെക്സ്റ്റ് വണ്ണിന്റെ പിക്ചർ ഒരു ടീച്ചറും കുട്ടിയും ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് Come dear children, we will sing together ABCD EFG. Clap your hands, clap, clap, clap. HIJK LMNOP, nod your head, nod, nod, nod. Actions ചെയ്യിക്കാം. QRST UVW, stamp your feet, stamp, stamp, stamp. XYZ, shout hurray, 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 hurray. അങ്ങനെയാണ് ഞാൻ ആൽഫബറ്റ് സോങ് എഴുതിയത്. സെയിം തന്നെ നമ്പർ സോങ്ങിലും ഇതുപോലെ തന്നെ ടീച്ചറും കുട്ടികളും ഇരിക്കുന്നു, നമ്പേഴ്സും അതിന്റെ സ്റ്റെൻസിലും ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങണമെന്നില്ല കേട്ടോ, കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആ നമ്പേഴ്സ് അങ്ങനെ എഴുതി വെച്ചു എന്ന് മാത്രം. അതിനും ഇതുപോലെ തന്നെ ആക്ഷൻസ് പോലെ ചെയ്തിട്ടായിരുന്നു. 1, 2 enter the class, 3, 4 keep your bags down, 5, 6 say your prayers, 7, 8 smile each other, 9, 10 wish each other, say hi, say hello, say good morning, be happy, happy. അതായിരുന്നു അതിൽ എഴുതിയത്. പിന്നെ നെക്സ്റ്റ് പിക്ചർ ഇതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം. അവിടെ ഞാനൊരു പ്ലാന്റ്, ഒരു സാപ്ലിംഗ് നടുന്നതിന് അങ്ങനെ ഒരു രീതിയിൽ ഉള്ളത് കൊടുത്തു. Say 1 plant a tree, say 2 water daily, say 3 care it well, say 4 plant more trees, say 5 make a beautiful garden, say 6 make it awesome,
Say 7, touch and see the beauty. Say 8, feel the fragrance. Say 9, don't pluck the flowers. Say 10, love them all. ഇത്രയുമാണ്. അങ്ങനെയാണ് ഞാൻ നമ്പർ സോങ്സും ആൽഫബറ്റ്സും എഴുതിയത്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി, സിമ്പിൾ ഇംഗ്ലീഷിൽ. കാരണം കുട്ടികൾക്ക് നമുക്ക് നല്ല ടോണിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. ആക്ഷൻ സോങ് പോലെ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തു പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്യാപ്സൂൾ പോയംസ് ആണ്. ആ പിക്ചർ, ആ പറഞ്ഞിരുന്ന ആക്ഷൻ സോങ്ങിന്റെ പിക്ചർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അതോ ഓരോ പിക്ചർ അങ്ങനെ ഒട്ടിച്ചാൽ മതിയോ? ഓരോ ആക്ഷൻ്റെതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒട്ടിക്കണോ, അല്ലെങ്കിൽ വരയ്ക്കണോ? അസിന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുവാണ് ഈ റൈം. അപ്പൊ ക്ലാസ്സിൽ ടീച്ചറും കുട്ടിയായിട്ടും അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലത്തെ പിക്ചറേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിക്ചർ കിട്ടിയില്ലെങ്കിൽ വരച്ചാലും മതിയോ മാം? പിന്നെന്താ, തീർച്ചയായിട്ടും. അല്ല മിസ്, ഇപ്പൊ അസീനെ ചോദിച്ചോലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആക്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ ആക്ഷന്റെ പടവും അങ്ങനെ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപ്സൂൾ പോംസ് ആണ്. ക്യാപ്സൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഏറ്റവും ചെറുതാക്കുക, മിനിമൈസ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ എഴുതിയ പോം രണ്ടും 4 ലൈൻസ് ആയിരുന്നു. ആ 2 ലൈൻസും 4 ലൈൻസിലുള്ളതായിരുന്നു. 2 എഴുതണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് എഴുതിയതിൽ ആകെ 4 വേർഡ്സേ ഉള്ളൂ. 4 വേർഡ്സ് കൊണ്ടാണ് ആ ഫസ്റ്റ് വൺ എഴുതിയത്. വായിക്കാം. റാറ്റ് റാറ്റ്, റൺ റൺ, ക്യാറ്റ് ക്യാറ്റ്, ചേസ് ചേസ്. റാറ്റ് റൺ, ക്യാറ്റ് ചേസ്, റൺ റൺ, ചേസ് ചേസ്. വേറെ ഒന്നും അതിനകത്തില്ല. 4 വേർഡ്സ് വെച്ചിട്ടാ ചെയ്തേ. ഇത് വരച്ചു. നെക്സ്റ്റ് വൺ ഫ്ലവേഴ്സിനെ കുറിച്ചായിരുന്നു എഴുതിയത്. ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സീഡ്ലെസ് ഫ്ലോസ്. അങ്ങനെ പറഞ്ഞ ഒരു 4 ലൈനില് ഫ്ലവേഴ്സ്, അതും ഇങ്ങനെ വരച്ചു. പിന്നെ നെക്സ്റ്റ് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫോക്ക് സോങ്സ് ആയിരുന്നു. നമ്മള് നാടൻ പാട്ട് എന്നൊക്കെ പറയില്ലേ, അത് മലയാളത്തിൽ നമുക്കറിയാം. നമ്മളുടെ ഒരു കൾച്ചറിൽ ഇപ്പൊ നാടൻ പാട്ടുകൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കലാഭവൻ മണി ആളുടെ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പണ്ടൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല, ഈ വയലിലൊക്കെ ജോലി ചെയ്യുന്നവരെ ഞാറ് നടുമ്പോഴും അത് കൊയ്യുന്ന സമയത്തും അവരുടെ ഒരു ടൗണിലൊക്കെ ഒരു പാട്ടൊക്കെ പാടുന്നേക്കാം. പിന്നെ ചില വിഭാഗങ്ങളിലുള്ളവര് അവരുടെ ഉത്സവങ്ങൾക്കും ഫെസ്റ്റിവൽസിനൊക്കെ അങ്ങനെ പാട്ടുകൾ പാടുന്നതേക്കാം, നാടൻ പാട്ടുകൾ. പിന്നെ ഈ വുഡൊക്കെ ഇങ്ങനെ വണ്ടിയിലേക്കൊക്കെ തള്ളിക്കേറ്റും. അതായത് കുറച്ച് ആയാസപ്പെട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് എന്താ പറയാ, സുഖകരമാക്കാനായിട്ട്, ആ ഒരു ടഫ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചില ടോണിൽ ഓരോ പാട്ട് പോലെ പാടുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പണ്ട് കാലത്ത് ഈ നാടൻ പാട്ടുകളൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കാര്യമായ ഒന്നും ചെയ്യാം. പിന്നെ മീൻപിടുത്തക്കാരൻ അവർക്കും ഉണ്ടല്ലേ അവരുടെ ഒരു സ്റ്റൈലിലുള്ള ഓരോ നാടൻ പാട്ട്. പിന്നെ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള ഫോക്ക് സോങ്സ് അല്ല. ഈ ഗോവയിലൊക്കെ ഫിഷർമെൻ അവർക്കൊരു പ്രത്യേക രീതി ടോണിലുള്ള ഫോക്ക് സോങ് ആണ്. ഈവൻ അവരുടെ ആ ടോൺ വെച്ചിട്ട് തന്നെ മൂവീസിൽ പാട്ടുകളുണ്ട്. ഈ ഹിന്ദി സോങ്സ് ഉണ്ട്. നമ്മുടെ മലയാളം മൂവി ചാന്ത് പൊട്ടിലും അതുപോലെ എന്തോ ടോണിൽ വരുന്നൊരു ഇതുണ്ട്. അപ്പൊ ഓരോ നാട്ടിലും ഓരോ സ്റ്റേറ്റിലും ഒക്കെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫോക്ക് സോങ്സ് വ്യത്യാസമായിരിക്കും. എനിക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ തന്നെ വേണ്ടേ മാം? ഫോക്ക് സോങ്സ് ആയാലും ഇംഗ്ലീഷിൽ തന്നെ വേണ്ടേ? ഇംഗ്ലീഷിൽ തന്നെ വേണം. പറ്റുന്നില്ല, മലയാളത്തിൽ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പല ഭാഷകളിലും തമിഴൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ തമിഴിലൊക്കെ എഴുതിയിട്ട്, അവർക്ക് കുറച്ചുകൂടി തമിഴിൽ എഴുതാനാണ് കുറച്ചുകൂടി തമിഴിൽ എഴുതിയിട്ട് പിന്നെ ട്രാൻസ്ലേറ്ററുടെ ഹെൽപ്പോട് കൂടിയിട്ട്, ഇംഗ്ലീഷ് അത്ര പറ്റണില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്ററുടെ കൂടിയിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. നമ്മളൊരു ടെക്നോളജിയുടെ ഹെൽപ്പ് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഗ്രാമർ അല്ലെങ്കിൽ സെന്റൻസ് അല്ലെങ്കിൽ വേർഡ്സിൽ എന്തെങ്കിലും ഒരു നല്ല വേർഡ് അതിന് പകരം അതാണ് ആപ്റ്റ്, അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനാണല്ലോ ഇതൊക്കെ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഫോക്ക് സോങ്ങിൽ ഞാൻ എഴുതിയത് വായിക്കാം. കാര്യമായിട്ടൊന്നും അതൊരു ടോണായിട്ട് വായിക്കാനും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഹിപ് ഹിപ് hooray hooray, farmers sang together happily. Hays waved their head in the wind. Birds sang together, coo coo coo. They happily fly together. Everyone feeling happy.
singing together, la la la, nature also feeling happy when it touches by the raindrops. ഇതായിരുന്നു ഒരു കുട്ടി ഇങ്ങനെ കൈകൊട്ടി ഡാൻസ് ചെയ്യുന്ന പോലെ ഒരു പിക്ചറാണ് ഞാൻ അതിന് ഒട്ടിച്ചത്. ആപ്റ്റ് ആണോ എന്ന് തന്നെ എനിക്കറിയില്ല. നെക്സ്റ്റ് ഫിഷർമാൻ പാടുന്ന രീതിയിലുള്ള ഒരെണ്ണമായിരുന്നു. അപ്പൊ അതിന് ഒരു പിക്ചർ വാങ്ങി ഒട്ടിച്ചു. Here, 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 fishermen greet together. Ha, 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 they sang together. Here, here, ha, ha, they row their boat to sea for catching fish. Singing yo, yo, la, la, shouting hurray, hurray. ഇങ്ങനെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചു. അത് മാത്രമാണ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആകാതിരുന്ന രണ്ട് റൈംസ്. നെക്സ്റ്റ് റിഡിൽ സോങ്സ്. കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന രീതിയിൽ നമ്മൾ റിഡിൽസ് അവരോട് ചോദിക്കാനായിട്ടത്. സോങ് ആയിട്ട് ചോദിക്കുമ്പോൾ അവർക്കും ഭയങ്കര രസമായിരിക്കും, അവരൊക്കെ ആലോചിക്കും. I can fly high, I am not a bird. I am colorful, I have no wings. Everyone like me, all are my friends. But I need thread and you, that then only I can fly. Tell me my friend, who am I? ആരായിരിക്കും? കൈറ്റ്. കൈറ്റ്. അപ്പൊ അതും വരയ്ക്കാൻ സുഖമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈറ്റ് കുട്ടികളെ കൊണ്ട് കൈറ്റ് ഉണ്ടാക്കിക്കുകയും ചെയ്യാം. ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യിക്കാം. നമ്മൾ എന്താണോ ഇതിൽ ഉദ്ദേശിക്കുന്നത് അത് അവരെ കൊണ്ട് ക്രാഫ്റ്റ് പോലെ വെച്ചിട്ട് കൈറ്റൊക്കെ ഉണ്ടാക്കാൻ വലിയ ചെലവൊന്നുമില്ല. അവരോട് തന്നെ പേപ്പർ കൊണ്ടുവരാനൊക്കെ പറഞ്ഞാലൊക്കെ മതിയാവും. നെക്സ്റ്റ് റിഡിൽ സോങ്ങിൽ എഴുതിയത് I am yellow and like a ball, my house is at sky, I give light to grow, I will shine all the day, I will hide in the night, you cannot reach at me, sorry, I'm too hot, my dear. സൺ. സോ അത് വരയ്ക്കാൻ എളുപ്പമായിരുന്നു. ഇങ്ങനെ വരച്ചു. നെക്സ്റ്റ് പ്രൊവൈഡ്സ് സയന്റിഫിക് നോളജ് ട്രാക്ക്. ഇത്തിരി വലിയ ക്ലാസ്സിലെ കുട്ടികളുടെ ടോപ്പിക്കായി പോയോന്ന് ഞാൻ എഴുതിയ റൈം അങ്ങനെ ആയി പോയെന്ന് എനിക്ക് പിന്നെ ഒരു സംശയം ഉണ്ടായി. ഞാൻ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് എഴുതിയത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 9 planets ആയിരുന്നു. പ്ലൂട്ടോ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ പിന്നെ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് അല്ല, ഒരു ഡാഫ് അതാണ് എന്നുള്ള രീതിയിൽ പ്ലൂട്ടോയെ ആ ലിസ്റ്റ് ചെയ്ത് മാറ്റി. പിന്നെ 8 ആയല്ലോ. അപ്പം ഞാൻ സോളാർ സിസ്റ്റത്തിന്റെ പിക്ചറൊക്കെ ഒട്ടിച്ചതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8 there are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. Sun is a big hot star. Stars give out light. Sun gives heat and light. All the planets revolve around the sun. അങ്ങനെ പറഞ്ഞിട്ട് അത് എഴുതി. നെക്സ്റ്റ് എഴുതിയത് ഹ്യൂമൻ ബീയിങ്ങിന്റെ എക്സ്റ്റേണൽ പാർട്സ് ഉണ്ടല്ലോ, അതായത് ഹെഡ്, ഐ, മൗത്ത്, നോസ്, ഇയർ അങ്ങനെയൊക്കെ വരുന്നത്, അത് വെച്ചിട്ടാണ് എഴുതിയത്. അപ്പൊ അത് കുട്ടികളുടെ ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. We have 2 eyes. അതും അവരെ പഠിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. We have 2 eyes. Eyes help us to see. We have 2 ears. Ears help us to hear. We have 1 nose. Nose help us to smell. We have 1 tongue. Tongue help us to taste. We have 2 hands. Hands help us to touch. We have 2 legs. Legs help us to walk. അങ്ങനെ പറഞ്ഞാണ് അത് എഴുതി തീർത്തത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് പഠിപ്പിക്കാൻ എളുപ്പമുണ്ടോ. ഞാനിതില് പ്ലാന്റ്സിനെ കുറിച്ചും ഫ്ലവേഴ്സിനെ കുറിച്ചും ഫ്രൂട്ട്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ഇതെഴുതി അതിന്റെ കിട്ടിയ പിക്ചേഴ്സ് ഒട്ടിക്കുകയും ചെയ്തു. വിച്ച് ഈസ് എ യെല്ലോ കളർ ഫ്ലവർ? It is sunflower. Which flower grows on water? It is lotus. Which plant has got thorns? It is rose plant. Which is a medicinal plant? It's basil plant. Who is king of fruits? It's mango. കിട്ടിയ 3 പിക്ചേഴ്സ് അവിടെ ഒട്ടിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പില് പിന്നെ ചെയ്തത് അനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് അങ്ങനെ വരുന്ന ആൻസർ വരുന്ന രീതിയിലായിരുന്നു. Who guards our house? It's dog. Who has got black and white stripes? It is zebra. Who has got colorful wings? It is butterfly. Who has got beautiful feathers? It is peacock.
Who is the biggest land animal? It is elephant. അപ്പൊ അതിന്റെ പിക്ചേഴ്സും ഇങ്ങനെ. It provides general knowledge. ജനറൽ നോളജിൽ ഞാൻ ചെയ്തത് ഒരു സീഡ് ഇട്ടു, അത് പിന്നെ സാപ്ലിംഗ് ആയി, അത് വലിയ മരമാകുന്നു, ഷെയ്ഡ് കൊടുക്കുന്നു, ഫ്രൂട്ട്സ് കൊടുക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു ഞാൻ ടൈമായിട്ട് എഴുതിയത്. ഇറ്റ് വാസ് വൺസ് എ സീഡ്, the farmer sowed and watered it, then it grew into a sapling, it grew and become a plant, later it became a tree, it bears tasty fruits, all eat its fruits and rest in its shade എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പൊ നമ്മളൊരു അവയർനെസ് പോലെ അല്ലെ, മരങ്ങൾ നട്ട് വളർത്തിയാൽ നമ്മൾക്ക് കിട്ടുന്ന അതിന്റെ രീതിയിൽ അങ്ങനെ എഴുതി കുറച്ചുകൂടെ ഭംഗിയാക്കുവാണെങ്കിൽ നല്ലൊരു മെസ്സേജ് കുട്ടികൾക്ക് കിട്ടിയാനെ. അടുത്തത് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ആണ്. എന്തായാലും ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിക്കാനുണ്ടാവും, ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്. അതൊക്കെ നമുക്ക് നല്ലൊരു റൈമായിട്ട് അവരുടെ മുന്നിൽ ആക്ഷൻ സോങ് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അത് നന്നായിരിക്കും. വൈവ ടൈമിൽ നമ്മൾ ചോദിക്കാറുണ്ട് പ്രസന്റേഷന്റെ ഭാഗമായിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് റൈം നിങ്ങൾ എഴുതിയിട്ടില്ലേ, അതൊന്ന് പ്രസന്റ് ചെയ്യൂ എന്നൊക്കെ. പക്ഷെ പലപ്പോഴും അവനവൻ എഴുതിയത് വായിക്കാൻ ഒരു കോൺഫിഡൻസ് കുട്ടികൾ കാണിക്കുന്നില്ല. പിന്നെ അതിൽ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റോറി ഒന്ന് നറേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കും. ചിലരൊക്കെ നല്ലപോലെ പ്രസന്റ് ചെയ്തു, അവരത്രയും ആ സ്റ്റോറിയെ കുറിച്ചും അതിന്റെ കണ്ടന്റിനെ കുറിച്ചും നല്ല കോൺഫിഡന്റ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് എഴുതിയതാണെങ്കിലും അതൊന്ന് പ്രസന്റ് ചെയ്യൂ, കേൾക്കാനൊരു രസം ഉണ്ടാവില്ല. നമ്മൾ കേട്ട കഥകൾ കേൾക്കുന്നതിനേക്കാളും കേട്ട കഥകൾ കേൾക്കാൻ രസമാണ് എപ്പോഴാണ് ആ വോയിസ് മോഡുലേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് ആ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ. നമ്മൾ എത്ര കേട്ടിട്ടുള്ള കഥയും ആണെങ്കിലും ആ ഒരു പ്രസന്റേഷന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അതിന് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കഥ വേറെ എവിടെയും ആരും കേട്ടിട്ടില്ലെങ്കിൽ അത് പറയുമ്പോഴും അതിൻ്റെതായ ഒരു കാര്യം ഉണ്ടാവും. ഇത് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് നമുക്കറിയാം. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്, മേക്ക് എവ്രി വൺ ഹെൽത്തി വൺ, ബ്രഷ് യുവർ ടീത്ത് twice a day, make your smile white as milk, wash your hands before and after every meal, take a bath twice a day, you can feel and see best of you only. അതിന്റെ ഹെൽത്തി ഹാബിറ്റ്സ് ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അത്. രണ്ടാമതും അതുപോലെ തന്നെ എഴുതി. Pray to God every day, have healthy food in time, then only you get power, comb your hair regularly, you can see how nice it is, trim your nails regularly, it should be good for you, wear neat and clean clothes, then you can see how smart you are. അതിന്റെ പിക്ചേഴ്സ് ചെറിയ പിക്ചേഴ്സ് അവരുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ. പിന്നെ എബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, എനിക്ക് തോന്നുന്നു ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം മനസ്സിൽ എപ്പോഴും ഉള്ള രണ്ട് വ്യക്തികളെ കുറിച്ച് ആയിരുന്നു. അവരെ കുറിച്ച് എഴുതാൻ ഒട്ടും എനിക്ക് ഒരു കൺഫ്യൂഷനോ എഴുതി മാച്ചൊന്നും എഴുതേണ്ട വന്നില്ല. അങ്ങനെ അത് വന്നു. ലൈക്ക് അത് നിങ്ങളും എഴുതാനിരിക്കുമ്പോ ആ ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ആകുമ്പോഴേക്കും അങ്ങനെ ഫ്രീ ഫ്ലോ എന്നൊക്കെ പറയില്ലേ, അത്. ഞാൻ എഴുതിയ രണ്ടുപേര് ജീസസ് ക്രൈസ്റ്റും മദർ തെരേസയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനസ്സിൽ എപ്പോഴുമുള്ള രണ്ടുപേര്. എപ്പോഴും ആവാൻ നമുക്കൊന്നും പറ്റില്ല, എന്നാലും അവര് പകർന്നു തന്ന വാല്യൂസ് അത് നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും നമുക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാലോ. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ്, Oh Jesus, you Son of God, He is unique and kind. He heals the wound and pain. He speaks about love only. He says, you shall love your neighbors as yourself. He says, love God with all your heart, soul and mind. He the love and kind. ചെറിയൊരു പിക്ചറെ കിട്ടിയുള്ളൂ ജീസസ് ക്രൈസ്റ്റിന്റെ. Next, Mother Teresa, the symbol of love and affection. It is only you, Mother. She was always there for poor and needy. She believes she belonged to the world, always keeping smile on her face. We can feel the affection in her arms. She will show what real love can do.
ഓക്കെ, സോ അതാണ് മദർ തെരേസയെ കുറിച്ച് എഴുതി. മദറിന്റെയും ഒരു കൊച്ചു ഫോട്ടോയെ കിട്ടിയുള്ളൂ, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇമേജ് ആയതുകൊണ്ട് that's enough for me. Okay, next about animals. അനിമൽസിന് ഞാൻ ഫസ്റ്റ് എഴുതിയത് അനിമൽസ് പല പല സൗണ്ട്സ് ഉണ്ടാക്കുമല്ലോ. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അത് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ എൻ്റെ കുട്ടികളൊക്കെ പഠിച്ച സമയത്ത് ഈ സൗണ്ട് വെച്ചിട്ട് അങ്ങനെ അവർക്കുണ്ടായിരുന്നു KG സെഷനിൽ. അപ്പൊ വി ക്യാൻ മേക്ക് so many sounds. Animals can make their own sounds. Dog barks, bow bow wow. Cat mews, meow meow meow. Cow moos, മോ മോ മോ. ഷീപ്പ് സേസ് ബാ ബാ ബാ. നമുക്കത് എന്താ പറയാ, മാസ്ക് ഒക്കെ ഉണ്ടാക്കി ആ രീതിയിൽ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നല്ല ആക്ഷൻസിലൂടെ ഒക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അങ്ങനെ ഹോഴ്സിന്റെ, ഡോങ്കി, എലിഫന്റ്സ് അതൊക്കെ എഴുതി. ഓക്കെ, എന്നിട്ട് അതിന്റെ പിക്ചേഴ്സ് ഈസി ആയിരിക്കുമല്ലോ അനിമൽ പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഓരോ അനിമൽ നമ്മൾക്ക് തരുന്ന ഹെൽപ്പ്. Cow and goat give us milk, so as buffalo too. Sheep gives us wool, so as make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in fields, so as to make our work easy. Wild animals live in jungle, they are really good and cute. അങ്ങനെ എഴുതും. ഇനി ബേർഡ്സിനെ കുറിച്ചായിരുന്നു നെക്സ്റ്റ് എഴുതിയത്. Birds like to fly high, some birds don't fly. All lays eggs to hatch. Birds make chirping sounds. Crows make caw-caw. Doves make coo. Ducks make quack-quack. Hens make chick-chick. Owls can see only night. They make hoot-hoot. Peacock dance beautifully. Parrots talk nicely. Pictures അതിനനുസരിച്ച്. പിന്നെ അവരുടെ നെസ്റ്റിനെ കുറിച്ചായിരുന്നു അടുത്തത് എഴുതിയത്. ബേർഡ്സ് ക്യാൻ മേക്ക് ദെയർ ഓൺ ഹോം. വി ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ all are good and strong. Inside it is soft and nice. They lay eggs and hatch in it. Small birdies will come soon. They will learn soon to fly. Mother will lead them to fly. നെക്സ്റ്റ് പ്രെയർ സോങ്സ്. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെയർ സോങ് ചെയ്യണം. ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ക്ലാസ് തുടങ്ങി ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും ക്ലാസ്സിൽ തന്നെ 1 അവർ ഞങ്ങൾക്ക് സമയം തരും. അപ്പൊ തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം പ്രെയർ സോങ്. ഞങ്ങളെല്ലാരും സർക്കിളിൽ ഇരുന്നിട്ട് ഞങ്ങളിരുന്ന് പ്രെയർ എഴുതി കഴിയും. അപ്പോൾ 1 അവർ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ മാം ചോദിക്കും കഴിഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പറയും നമ്മൾ എഴുതിയ പ്രെയർ സോങ് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഓരോരുത്തരുടെയും നമ്മൾ വായിച്ചു കഴിയും. ആകെ ഞങ്ങളൊരു 14-15 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യണം. ഏറ്റവും നല്ല പ്രെയർ ആരുടെയാന്ന് വെച്ചാൽ വോട്ട് ചെയ്യണം. പിന്നെ ആ അക്കാദമിക് ഇയർ ഞങ്ങളുടെ ആ ഒരു വർഷം കോഴ്സിൽ പിന്നെ എല്ലാ ദിവസവും ആ പ്രെയർ ആയിരിക്കും ഞങ്ങൾ ചൊല്ലുന്നത്. അങ്ങനെയായിരുന്നു. ഞാന് 2 പ്രെയർ എഴുതി. അതിലൊരു പ്രെയർ ആയിരുന്നു അന്ന് ചെയ്തത്. പിന്നെ റെക്കോർഡിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് എഴുതിയ പ്രെയർ ആണ് ഞാൻ റെക്കോർഡ് ബുക്കിൽ ആദ്യം എഴുതിയത്. Oh God, thank you so much for giving us the life. പിന്നെ പ്രയർ സോങ് എഴുതുമ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കണ്ടീഷൻസ് ഒന്നും ഉണ്ടായില്ല. റിലീജിയസ് ആവരുതെന്ന് മാത്രം പറഞ്ഞു. നത്തിങ് റിലീജിയസ്, അങ്ങനെയുള്ള പ്രയർ ആയിരിക്കണം. ഓക്കെ. Oh God, thank you so much for giving us the life. Thank you God for guiding us. Thank you God for saving us. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for the flowers that bloom. Thank you God for everything. ഞങ്ങള് രണ്ടാമത് എഴുതിയ ഒരു പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, എനിക്കൊരു സെക്കൻഡ് ഒന്ന് തരാമോ?
ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ എഴുതിയത് വെൻ സൺ ഷൈൻസ് ഫീലിംഗ് ഗോഡ്. ഏതൊക്കെ ബാച്ചിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എഴുതിയത് വെൻ സൺ ഷൈൻസ് ഫീലിംഗ് ഗോഡ്, ദെൻ സോറോസ് വിൽ ഗോ അവേ. വെൻ മൂൺ ലൈറ്റ്സ് ഫീലിംഗ് ഗോഡ്, ദെൻ കാംനെസ് വിൽ fill in heart. When stars twinkle, feeling good, then smile comes on the face. When breeze blows, feeling good, then peace will come on mind. When flowers bloom, feeling good, then fragrance spread all over. When birds sing, feeling good, then sweetness will hear around. When lamp brights, feeling good, then shine comes on the face. When all together doing well, then happiness forever. ഇങ്ങനൊരു പിക്ചർ കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയതാണ്, അത് ഒപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ ബാച്ചില് എന്റെ ഈ പ്രയറാണ് സെലക്ട് ചെയ്തത്. ഞങ്ങൾ ആ ഒരു വർഷം മുഴുവനും ആ പ്രയർ ആയിരുന്നു ചെയ്തത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൈം റെക്കോർഡ്. റൈം പറഞ്ഞപ്പോ തന്നെ എത്ര സമയല്ലേ, റൈം റെക്കോർഡ്. നിങ്ങൾ ആരും, ഞാൻ ഇതുവരെയും ഒന്നും എഴുതിയിട്ടില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് തന്നെയായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ഒരു ചിന്ത കേട്ടോ. പക്ഷെ എവറിബഡി ക്യാൻ ഡു, നമുക്ക് പറ്റും. നമ്മളൊന്നിരുന്ന് മലയാളത്തിൽ എഴുതി നോക്കൂ, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നല്ല നല്ല നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല വേർഡ്സ് ആയിരിക്കും അവിടെ പ്ലേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതുക, കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് അവരുടെ ത്രൂ ആക്ഷൻസിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ ആ രീതിയിൽ ഇതൊന്ന് ആലോചിച്ച് ചെയ്യും. പിന്നെ ഈ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. പിന്നെ രണ്ടെണ്ണം എഴുതണം, അപ്പൊ ഒന്ന് സ്പേസ് വിട്ടാൽ മതി. രണ്ടെണ്ണം കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് സ്പേസ് വിട്ടിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കിയിട്ട് ഏതായിരിക്കും നല്ലത്. ഹെൽത്തി ഹാബിറ്റ്സും ബേർഡ്സ്, ആനിമൽസ്, ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ഒക്കെ എഴുതാൻ അതെല്ലാം എളുപ്പമാണ്. എല്ലാം തന്നെ എളുപ്പം തന്നെയാണ്. അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ കുറെ ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ. ഇറ്റ്സ് ഗുഡ്. കുട്ടികൾക്ക് ഗ്രേറ്റ് പീപ്പിളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഈ പിക്ചേഴ്സും, നമ്മൾക്ക് പിക്ചർ വലിയൊരു പിക്ചർ ആക്കി കൊണ്ടുപോയിട്ട് ആളെ പറ്റി നമുക്ക് പറയാനായിട്ട് അതൊരു ത്രൂ റൈം അല്ലെങ്കിൽ ഒരു ത്രൂ സ്റ്റോറി ആണെങ്കിലും നന്നായിരിക്കുമല്ലോ. നമുക്ക് സ്റ്റോറിയിലും വരുന്നുണ്ട്, ഗ്രേറ്റ് പീപ്പിളിനെ പറ്റി എഴുതാനുള്ള സ്റ്റോറിയും വരുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത് സ്റ്റോറി പറയാൻ സമയമുണ്ടോ? കുറച്ച് പറയാം. മാം ഇത് കഴിഞ്ഞിട്ട് പോരെ മാം? മതിയോ? ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. മതി മാം. ചെയ്യാനായിട്ട് മടിക്കരുത്, കാരണം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. കാരണം എഴുതാൻ ഞാനിതുവരെ എഴുതിയിട്ടില്ല, ഞാൻ വായിക്കാറും കൂടി ഒന്നും വായനയും ശീലമില്ല എന്നൊക്കെ പറഞ്ഞവര് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു എവിടെ നിന്നൊക്കെയാ ഇങ്ങനെ ഭാവന വരുന്നതെന്ന് അറിയുന്നില്ല മാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറഞ്ഞു. ആലോചിക്കുമ്പോ കുറെ കിട്ടുന്നു. ഈ പറഞ്ഞ ഒന്നും രണ്ടും ഒന്നുമല്ല, കിട്ടുന്നതൊക്കെ എഴുതിക്കും. നമുക്കൊരു 10 ലൈൻസ് ഒക്കെ മാക്സിമം മതിയല്ലോ. സ്റ്റോറി പിന്നെ പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സ്റ്റോറി ഒരുമിച്ച് ഞാൻ പറയാറുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് റൈം എഴുതാനിരിക്കുമ്പോ ചിലർക്ക് സ്റ്റോറിയുടെ ഒരു ഇത് കിട്ടും. അപ്പൊ ഓടിപ്പോയി സ്റ്റോറിയിൽ അങ്ങ് എഴുതും. മനസ്സിലായില്ലേ? അങ്ങനെ എഴുതുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു മാത്രമല്ല. എന്നാ പറഞ്ഞോളൂ മാം, കുഴപ്പമില്ല. കുഴപ്പമില്ലേ? സ്റ്റോറി എന്തായാലും കുറച്ച് ഒരു 3 or 4 പറയാനേ പറ്റുള്ളൂ. സ്റ്റോറിയില് 2-3 എണ്ണം, സ്റ്റോറി ഓരോന്നും മതി കേട്ടോ. 2-3 എണ്ണം ഒക്കെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. കാരണം വെച്ചാല് ഈ ഗ്രേറ്റ് പീപ്പിളിനെ പറ്റി എഴുതുമ്പോൾ അതൊന്നും നമുക്ക് കഥ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഉള്ള കഥകളല്ലേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി എഴുതാനുണ്ട്, മിത്തോളജി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതും ഉള്ള സ്റ്റോറിയല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ തെന്നാലി രാമനെ കുറിച്ച് എഴുതിയത്. സ്റ്റോറി എഴുതുമ്പോ ഒരു പേജില് കൊള്ളിച്ചാ പോരെ? നമുക്ക് ലോങ് സ്റ്റോറി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതിയ സ്റ്റോറി പലതും 1 പാരഗ്രാഫ് 2 പാരഗ്രാഫ് അങ്ങനെ ഒറ്റ പേജിൽ വന്നിട്ടുണ്ട്. ലോങ് സ്റ്റോറി മാത്രമാണ് ഒരു 4 സിറ്റുവേഷൻസ് കൂടുതൽ കൊടുത്തിട്ട് കഥയൊന്ന് വലിച്ചു നീട്ടി. ഫസ്റ്റ് സ്റ്റോറിയുടെ പിന്നെ പലതും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുള്ളതൊക്കെ ആയിട്ടൊക്കെ ഒരു സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റോറി ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഓരോ സ്റ്റോറിക്കും അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ എങ്കിലും വരച്ചതോ ഒട്ടിച്ചതോ ആ രീതിയിലുള്ളത് വേണം.
പിന്നെ സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്, നോവൽ ഉണ്ട്, അതുപോലെ ഡ്രാമയുണ്ട്, മൈമുണ്ട്. എന്താ വ്യത്യാസം ഈ നോവൽ, ഡ്രാമ, മൈം, സ്റ്റോറി ഒക്കെ? യെസ്, സ്റ്റോറി മീൻസ് ഒരു കഥ, അത്രയല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ? നോവൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇപ്പം സ്റ്റോറിയിൽ ചിലപ്പോ അധികം നീണ്ട ഡ്യൂറേഷനിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല. നോവലിൽ ചിലപ്പോൾ കുട്ടിക്കാലവും പ്രായമായതും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് നോവൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഡ്രാമ എന്ന് പറയുമ്പോൾ അത് കോൺവെർസേഷൻ ആയിരിക്കും. ഡ്രാമ, നാടകം അങ്ങനെയല്ലേ, ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും. അതായത് ഫാദർ, വേർ ഈസ് അവർ ബേബി, അങ്ങനെ ഫാദർ ചോദിക്കുന്ന ആ സെന്റൻസ് തന്നെയായിരിക്കും വരിക. നമ്മൾ കോളനൊക്കെ ഇട്ടിട്ട് കോഡ്സ് ഇങ്ങനെ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ടായിരിക്കും ഡ്രാമ. അത് അറ്റ് ദ പ്രസന്റ് നടക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും. മൈം ആവുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റാ ചെയ്യാം. മൈം അറിയാലോ, ഇങ്ങനെ കുട്ടികള് ആക്ഷൻസ് മാത്രം കാണിച്ച് പ്രസന്റ് ചെയ്യുന്ന രീതിയില്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകേണ്ട. ഇത് തേർഡിൽ എഴുതേണ്ടതാണോ മാം? ആ, തേർഡിലാണ്. സെക്കൻഡിൽ കഴിഞ്ഞു ആക്ഷൻ സോങ്സ് ഒക്കെ. റൈംസ് കഴിഞ്ഞു. ഇതിന്റെ സ്റ്റോറീസ് ഉണ്ട്, നോവൽ ഉണ്ട്, ഡ്രാമയുണ്ട്, മൈമുണ്ട്. മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്കൊരു ആക്ഷൻ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മൈമിനുള്ള സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതായത് ഇപ്പോൾ ഒരു റോഡ് ആക്സിഡൻസ്, അപ്പൊ റോഡ് റൂൾസിനെ കുറിച്ചൊരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് പലതും ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു വിവരണം എഴുതി വെച്ചാൽ മതി. കഥ പോലെ എഴുതാം, ഒരു വിവരണം പോലെ എഴുതാം. കുട്ടികൾക്ക് അത് മൈമിലൂടെ അവരെ കൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. മൈം അറിയാലോ, കുട്ടികൾ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിൽ ഡ്രസ് ഇടും, ഫേസ് മുഴുവനും വൈറ്റ് അടിച്ചു വെക്കും, അവര് പല്ല് കാണില്ല, അങ്ങനെയൊക്കെ. പിന്നെ കയ്യിലും വൈറ്റ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടൊക്കെയല്ലേ മൈം ചെയ്യുന്നത്. അവരുടെ ആക്ഷനിലൂടെ നമുക്ക് അതിന്റെ മെസ്സേജ് മനസ്സിലാകാം. ഫസ്റ്റ് വൺ, മോറൽ സ്റ്റോറി. ഞാൻ എഴുതിയത് എല്ലാ സ്റ്റോറിക്കും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കണം കേട്ടോ. അപ്പൊ മോറൽ സ്റ്റോറി, ഞാൻ എഴുതിയ മോറൽ സ്റ്റോറിയുടെ ടൈറ്റില് പങ്ക്ച്വാലിറ്റി ആണ് ഞാൻ എഴുതിയത്. അപ്പൊ ഇതില് ഞാനൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അവള് ഭയങ്കര ആക്റ്റീവായിരുന്നു, പഠിക്കാനും ഇടിക്കുകയാണ്, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും, ഡാൻസ്, മ്യൂസിക്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവളൊന്നും സമയത്ത് ചെയ്യില്ല. അപ്പം പരീക്ഷയൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ പഠിക്കും, ഇവൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും, കാരണം അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അവള് വിചാരിച്ചു, ഞാൻ ലാസ്റ്റ് പഠിച്ചാലും എനിക്ക് മാർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ പാരന്റ്സും ടീച്ചേഴ്സും എപ്പോഴും പറയും എല്ലാ വർക്കുകളും ടൈമിൽ ചെയ്യണം, അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടെന്ന് പറയും. പക്ഷെ അവള് ശ്രദ്ധിക്കില്ല. അവളെല്ലാം ലാസ്റ്റ് മൊമെന്റിലാണ് ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് അക്കാദമിക്സിൽ നല്ല മാർക്സ് കിട്ടി. അങ്ങനെ ഇവള് വലുതായി PG കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കഴിയുമ്പോൾ അവള് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു ഫേമില് അവൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അവൾ അവിടേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കും. അങ്ങനെ ഇവൾക്ക് ഇന്റർവ്യൂവിനുള്ള കാർഡ് വരുന്നു. ആസ് യൂഷ്വൽ ഇവള് ഒരു സാധനവും തലേ ദിവസം എടുത്തു വെക്കുന്നില്ല, സർട്ടിഫിക്കറ്റ്സും അങ്ങനെയുള്ളതൊന്നും. ഇവളെല്ലാം ആ ഒരു ടൈമിൽ ചെയ്യും. അങ്ങനെ അവള് ലേറ്റ് ആവുകയാണ് അവിടെ എത്താനായിട്ട്. ലേറ്റ് ആയപ്പോഴേക്കും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, അവൾക്ക് ആ ചാൻസ് നഷ്ടപ്പെടുവാണ്. അതോടുകൂടി ആ കുട്ടിക്ക് ഭയങ്കര വിഷമായി, കാരണം അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു ജോബായിരുന്നു. പിന്നെ അവൾ മനസ്സിലായി പങ്ക്ച്വാലിറ്റിയുടെ ഒരു വില എന്താന്ന് മനസ്സിലായി. സോ അതിനുശേഷം അവള് എല്ലാ കാര്യങ്ങളും ടൈമിൽ പങ്ക്ച്വലായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി. പെൺകുട്ടി ആക്റ്റീവ് എന്നുള്ള രീതിയിൽ അവളെ ഞാൻ ഇങ്ങനെയാണ് പടം വരച്ചത്. പക്ഷെ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ കുട്ടികളെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഇവിടെ യൂസ് ചെയ്ത ക്രയോൺസിന്റെ ആ പൊടിയൊക്കെ ഇല്ലേ, കൂടുതലും ബ്ലാക്ക് എന്റെ എഴുതിയ പേജിലേക്ക് ആയി, പേജ് ഒന്ന് മുഷിഞ്ഞു, ഇവിടേക്കായി മുഷി. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതൊന്ന് ഓയിൽ പേസ്റ്റൽസ് ആണെങ്കിൽ വലിയ പ്രശ്നം വരും, നല്ല ഓയിൽ പേസ്റ്റൽസ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ബ്ലാക്ക് ആണ് കൂടുതലും ബുദ്ധിമുട്ടിച്ചത്. എന്തോ കളർ പെൻസിൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, സ്പ്രെഡ് ആവില്ല. യെസ്, അതാണ് നല്ലത്. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് എവിടെ ഏതെങ്കിലും സ്റ്റോറി നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. അത് ഞാൻ ഇവിടെ എഴുതിയത് തെന്നാലിരാമനെ കുറിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചരിത്രപരമായ ആരെങ്കിലും കുറിച്ചുള്ള കഥകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എഴുതും കേട്ടോ. അത് ഇതിനൊരു മെസ്സേജുള്ള സ്റ്റോറി ആയിരുന്നു. ഒരു ഹോണസ്റ്റ് പേഴ്സൺ. തെന്നാലിരാമൻ ആരാന്ന് എല്ലാവർക്കും അറിയാം. തെന്നാലിരാമൻ ഒരു വിദൂഷകൻ അല്ലെ, റോയൽ ക്ലൗൺ ആയിരുന്നു. ഒരു കിങ്ഡമിലെ കൃഷ്ണദേവരായർ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിലൊരു റോയൽ ക്ലൗൺ ആയിരുന്നു. അപ്പൊ അവിടെ പലർക്കും തെന്നാലിരാമനോട് അസൂയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സാധുവിനെ ഒരാൾ പറ്റിക്കുന്നതും അയാളെ രക്ഷപ്പെടുത്തുന്നതും ഒക്കെയാണ് അതിലെ ഒരു തീം പറഞ്ഞു കൊടുക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തോളജി സ്റ്റോറി എടുക്കാം. കമ്പാരിസൺ സ്റ്റോറി. പലപ്പോഴും ഈ ഒരു കമ്പാരിസൺ നമ്മൾ കുഞ്ഞുങ്ങളെ പാരന്റ്സ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന കാണാം അല്ലെ, ചിലപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ എനിക്ക് കമ്പാരിസൺ സ്റ്റോറി എങ്ങനെ എഴുതണം എന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഈ എഴുതിയ സ്റ്റോറി പല ക്ലാസ്സിലും വായിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇറ്റ്സ് ആക്ച്വലി ഞാൻ ക്രിയേറ്റ് ചെയ്താണ്, അതിനുശേഷമാണ് ഞാൻ ആ കഥ കേട്ടിട്ടുള്ളത്. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കമ്പാരിസൺ സ്റ്റോറിക്ക് ഞാൻ കൊടുത്തൊരു ടൈറ്റിൽ പ്രൊട്ടക്ഷൻ ഓഫ് മദർ നേച്ചർ. അതാണ് ഞാൻ കൊടുത്തൊരു ടൈറ്റില്. ഞാൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു, ഒരു ഗാർഡൻ. പറഞ്ഞായിരുന്നോ പിക്ചോറിയൽ ഇപ്പൊ കമ്പാരിസൺ സ്റ്റോറി അല്ലേ മാം പറയുന്നത്? ഞാൻ ചെയ്ത ഓർഡർ ആയിരുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പിക്ചോറിയൽ സ്റ്റോറി പറയാം. ഈ പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മളിപ്പം നമ്മുടെ സ്റ്റോറിയിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ റാറ്റ് ഉണ്ട്, ക്യാറ്റ്, ചീസ്, കേക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഡോഗ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കഥ ഇങ്ങനെ എഴുതുമ്പോ റാറ്റ് എന്ന് എഴുതുന്ന സ്ഥലത്തൊക്കെ റാറ്റിന്റെ പിക്ചർ ഒട്ടിക്കാം. അപ്പൊ കുട്ടി വായിക്കുമ്പോൾ ആ പിക്ചർ നോക്കി അത് റാറ്റ് എന്ന് വായിക്കണം. അല്ലെങ്കിൽ ക്യാറ്റ് ഉള്ളിടത്ത് ക്യാറ്റിന്റെ പിക്ചർ, ഡോഗുള്ളടുത്ത് ഡോഗിന്റെ പിക്ചർ, ചീസിന്റെ അവിടെ ചീസിന്റെ പിക്ചർ, കേക്ക് ആണെങ്കിൽ കേക്കിന്റെ പിക്ചർ, അങ്ങനെ നമുക്ക് പിക്ചർ ഒട്ടിച്ച് ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാം. നമ്മളുടെ സ്റ്റോറിയിലെ ചില കാര്യങ്ങൾ പിക്ചറായിട്ട് ഒട്ടിക്കാം. അങ്ങനെ എഴുതാം പിക്ചോറിയൽ സ്റ്റോറി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആക്ടിവിറ്റി ബുക്കിൽ. വേറൊരു പിക്ചോറിയൽ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റും ഒക്കെ കുറവായിരിക്കും. കഥ പറയുന്ന പിക്ചർ എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ അത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഏതെങ്കിലും ഒരു കഥയിൽ നിന്നും അതിന്റെ പിക്ചർ കട്ട് ചെയ്ത് അങ്ങനെ ഒട്ടിക്കാട്ടോ, ഒന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ബാലരമയിലൊക്കെ കൂടുതലും പിക്ചർ വെച്ചിട്ട് അതിന്റെ താഴെ ഒരു സെന്റൻസ് അല്ലെങ്കിൽ അവരുടെ ഡയലോഗ് അങ്ങനെയൊക്കെ പറഞ്ഞ പിക്ചർ ഉണ്ടല്ലോ. ഞാൻ അതുപോലെ ഒരെണ്ണമാണ് ഞാൻ ചെയ്തത്. ഇൻഡെക്സ് എഴുതുന്ന ശീലം എനിക്കില്ല, അതുകൊണ്ട് ഞാനൊരു എൻവിയോൺമെന്റൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു മങ്കിയെ ഒരാളിങ്ങനെ കഴുത്തിൽ കയറൊക്കെ കെട്ടി ഇങ്ങനെ മങ്കീനെ കളിപ്പിച്ച് കാശൊക്കെ വാങ്ങില്ലേ. ആ മങ്കി വൂണ്ടഡ് ആയിരുന്നു, ഇഞ്ചുറി ഉള്ള ഒരു മങ്കി ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര വേദനിച്ച് കരയണത് കണ്ടുകൊണ്ട് കുറെ കുട്ടികൾ ആ മങ്കിയെ ഹെൽപ്പ് ചെയ്യുന്നത്. കുട്ടികൾക്ക് പെറ്റ്സിനോട് ഭയങ്കര സ്നേഹമായിരുന്നു, അനിമൽസിനെ ഒന്നും അവർ ഉപദ്രവിക്കില്ല, നല്ലപോലെ കെയർ ചെയ്യും. അതൊക്കെ ഒരു മെസ്സേജ് നമ്മുടെ കുട്ടികളിലേക്ക് കിട്ടുന്നതാണല്ലോ. ചില കുട്ടികൾ ഉറുമ്പിനെയൊക്കെ ചവിട്ടി അങ്ങ് ഇതാക്കും, ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയോ, പൂച്ചയെ കണ്ട അതിനെ വാലി പിടിച്ചോ, അങ്ങനെ ഉപദ്രവിക്കാൻ ടെൻഡൻസി കാണിക്കാറുണ്ടല്ലോ കുഞ്ഞുങ്ങള് ചെറുപ്പത്തില്. അപ്പൊ അവർക്കൊരു മെസ്സേജ് അങ്ങനെ ഇങ്ങനെ എല്ലാ ആനിമൽസിനെ ഒന്നിനെ ഹാം ചെയ്യരുത്, ആ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ ഞാൻ അത് എടുത്തായിരുന്നു. അപ്പൊ അതിൽ ഈ കുട്ടികളെ പിന്നെ കുട്ടികളുടെ പാരന്റ്സ് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ട് അതിന്റെ ഓരോ പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയിട്ടു. ഇതെടുത്തപ്പോ ഞാൻ 2 സൈഡും യൂസ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് പിക്ചറും ഉണ്ട് സ്റ്റേറ്റ്മെന്റും ഉണ്ടല്ലോ, അപ്പൊ 2 സൈഡിലും അത് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് അയാള് കുട്ടികളോട് അയാൾക്ക് തെറ്റ് മനസ്സിലായി, കുട്ടികളോട് നന്ദി പറഞ്ഞു പോകുന്നതാണ്. കുട്ടികൾ മങ്കിക്ക് ഇത് മുറിവൊക്കെ വെച്ച് കെട്ടും. ഒരു കുട്ടിയുടെ അമ്മ ഡോക്ടറാണ്, അവരുടെ സഹായത്തോടു കൂടി മെഡിസിൻസ് ഒക്കെ വെച്ച് കെട്ടി അതിനെ ക്യൂർ ചെയ്യാനായിട്ട് വിടും. അങ്ങനെ ഇതായിരുന്നു പിക്ചോറിയൽ സ്റ്റോറി ആയിട്ട് ചെയ്തത്. അപ്പൊ ഇത് 2 രീതിയിൽ ചെയ്യാം. പിന്നെ നൊമാഡ് സ്റ്റോറി. നൊമാഡ് സ്റ്റോറി എന്താണ്? മാം, ഈ പിക്ചർ സ്റ്റോറി ബാലരമയിലൊക്കെ കാണുന്ന ഈ മായാവി പോലെയൊക്കെ അങ്ങനെ എഴുതാവോ? നമുക്ക് സ്റ്റേറ്റ്മെന്റ് കുറവായിരിക്കണം, പിക്ചർ കണ്ടാണ് നമ്മൾ സ്റ്റോറി മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ പിക്ചറാണ് എൻഹാൻസ് ചെയ്ത് വരേണ്ടത്. മനസ്സിലായോ? മായാവിയുടെ ഒക്കെ പാടാണെങ്കിൽ അപ്പൊ മായാവി പറയുന്ന കാര്യം കൊണ്ട് ഒരു നമുക്കവിടെ നമ്മളുടെ എൻഹാൻസ് ചെയ്ത പിക്ചർ വരണം. നമ്മളുടെ ഡയലോഗ്സ് ഒക്കെ കുറവായിരിക്കണം. കാരണം ചുമ്മാ ഒന്ന് പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ കഥ മനസ്സിലാകുന്ന രീതിയിലുള്ള സ്റ്റോറി ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ ടൈപ്പിലും എഴുതാം. നൊമാഡ് സ്റ്റോറിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്റ്റോറി ഉള്ളത് എഴുതാം. കാരണം ഇത് നാടോടിക്കഥകളാണ്. ഇപ്പം ചൈനീസ് നാടോടിക്കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, ജാപ്പനീസ് നാടോടിക്കഥ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഞാൻ എഴുതിയത് നാടോടിക്കഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ ഞാൻ എഴുതിയത് നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയായിരുന്നു എഴുതിയത്.
ഒരു കൈൻഡ് ഹീര എന്ന് പേരും കൊടുത്തു. ഞാൻ എഴുതിയ നൊമാഡായിട്ടുള്ള പെൺകുട്ടി. ഈ നൊമാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്നില്ല ആടവൈദ്യന്മാർ, അതുപോലെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഹീരയും ഹീരയുടെ പാരന്റ്സും ഒരിടത്ത് താമസിക്കില്ല, ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഹീരയും ഹീരയുടെ പാരന്റ്സും അങ്ങനെ ചെയ്യും. അവർ ചെയ്തിരുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് മെഡിസിൻസും, ഈ നാട്ടുവൈദ്യം പോലത്തെ അങ്ങനത്തെ ലാടവൈദ്യം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ മെഡിസിൻസ് വിൽക്കുക. അപ്പൊ എവിടെയാണോ ഇത് ഇതെല്ലാം വിറ്റ് തീരുന്നത് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു അവർ ജീവിച്ചത്. അപ്പൊ പാരന്റ്സ് ഒരു സൈഡിലേക്ക് പോകും, ഹീറോ ഒരു സൈഡിലേക്ക് പോകും. അങ്ങനെ ഹീറോ ഒരു ദിവസം ഇതുപോലെ എല്ലാം വിൽക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോ അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ ദാഹിച്ചു. അപ്പൊ അവള് വെള്ളം ചോദിച്ചുകൊണ്ടൊരു വീട്ടിലേക്ക് കയറുക. അവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു റിച്ച് ആയിട്ടുള്ള വീടെന്നാണ് തോന്നുന്നു, ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിവളെ ആട്ടിപ്പായിച്ചു, വെള്ളം കൊടുത്തില്ല. അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമായി. എന്നാലും അവൾ എന്ത് ചെയ്തു, പിന്നെ അവൾക്ക് ബാക്കിയുള്ളതും കൂടെ സെല്ല് ചെയ്യണമായിരുന്നു. അങ്ങനെ അവള് പോയി. എല്ലാം സെല്ല് ചെയ്ത് ഒരുവിധം തീരാറായപ്പോഴാണ് അവള് വീണ്ടും അതുവഴി തന്നെ അവൾക്ക് വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോ ആ വീടിന് മുന്നിലൂടെ കടന്നു പോയപ്പോ ആ സ്ത്രീ ഭയങ്കരമായിട്ട് കിടന്ന് ഹെൽപ്പിന് വേണ്ടി കരയുന്നു. അപ്പൊ അവള് വേഗം ഓടി അങ്ങോട്ട് ചെന്നപ്പോ അവരുടെ വീടിന്റെ മുന്നിലുള്ള ഒരു പോണ്ടില് ഒരു കുട്ടി ഇങ്ങനെ മുങ്ങി താണുകൊണ്ടിരിക്കുക. അവള് വേഗം ആ കുട്ടിയെ രക്ഷിച്ചു. അപ്പോഴേക്കും ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായി. അവര് ഈ ഹീരോട് സോറി എല്ലാം പറഞ്ഞിട്ട് അവൾക്ക് ജ്യൂസും ഫുഡൊക്കെ കൊടുത്തു. അപ്പൊ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇവള് തിരിച്ച് അവർക്ക് കുറെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ബൈ പറഞ്ഞ് അവൾ അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോയി. ഇതാണ് ഞാൻ എഴുതിയ നൊമാഡ് സ്റ്റോറി. ഞാൻ നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് കഥ എഴുതിയത്. എനിക്ക് അല്ലാതെയുള്ള സ്റ്റോറി ഒന്നും കിട്ടി. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്കുള്ള ഒരു കഥ എടുത്ത് എഴുതുവോ, അങ്ങനെ വേണമെങ്കിൽ. ഓക്കെ. പിന്നെ അതിൽ താഴെ സയന്റിഫിക് നോളജ് ടൈപ്പ് ഉണ്ട്, ഗ്രേറ്റ് പീപ്പിളിന്റെ സ്റ്റോറി ഉണ്ട്. ഈ രണ്ട് സ്റ്റോറിയും നിങ്ങൾക്ക് ഉള്ള സ്റ്റോറീസ് എടുക്കാം. സയന്റിഫിക് നോളജ് ഞാൻ എഴുതിയത് റോൺജൻ എക്സ്റേ കണ്ടുപിടിക്കുന്നതായിരുന്നു. ഗ്രേറ്റ് പീപ്പിൾ എഴുതിയത് അംബേദ്കറിനെ കുറിച്ചായിരുന്നു. ഇതൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എടുക്കാവുന്നത് ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി. യു ക്യാൻ സയന്റിഫിക് നോളജ് എന്തിനെ പറ്റി മനസ്സിലായില്ല. സയന്റിഫിക് നോളജ് ഞാൻ എഴുതിയത് എക്സ്റേ കണ്ടുപിടിച്ചില്ലേ, അതിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഒരു കണ്ടുപിടുത്തം, സയന്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം. പിന്നെ ഗ്രേറ്റ് പീപ്പിൾ എഴുതിയത് അംബേദ്കറിനെ കുറിച്ചായിരുന്നു. പിന്നെ ഈ രണ്ട് സ്റ്റോറിയും എന്റെ കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ലെസൺ ആയിരുന്നു. അതിന് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നൊമാഡ് സ്റ്റോറി നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല, തന്നെ എഴുതുന്നെങ്കിൽ തന്നെ എഴുതാം. അപ്പൊ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി, നൊമാഡ് സ്റ്റോറി, സയന്റിഫിക് നോളജ്, ഗ്രേറ്റ് പീപ്പിൾ, ഇത്രയും നിങ്ങൾക്ക് എടുക്കാം. ബാക്കിയെല്ലാം ഓൺ ക്രിയേഷൻ ആയിരിക്കും. എന്തോ കമ്പാരിസൺ സ്റ്റോറിയും ലോങ് സ്റ്റോറിയും പറഞ്ഞു. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം, സമയം. കമ്പാരിസൺ സ്റ്റോറി, ലോങ് സ്റ്റോറി, പിന്നെ സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്, എനി അതർ സ്റ്റോറി. പിന്നെ അത് കഴിയുമ്പോൾ ഡ്രാമ വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്, മൈം വരുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടക്കം തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു പൂജ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുള്ളൂ. അപ്പോ നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അങ്ങ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് 3 യൂണിറ്റ് 3 വരാം. ഓക്കെ, സോ മൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമ്മളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ വർക്ക് ചെയ്യും. നമ്മൾക്കത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒത്തിരി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവരുടെ അക്കാദമിക്സിലെ നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി. വലിയ വലിയ സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അവർക്ക് അതുപോലെ സപ്പോർട്ട് ആ ഒരു അവരുടെ ഡെവലപ്മെന്റ് സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഐൻസ്റ്റീൻ ആരാവായിരുന്നു. ടീച്ചർ തള്ളി പറഞ്ഞൊരു കുട്ടിയല്ലേ. ഓക്കെ, ഒരു ടീച്ചർ എങ്ങനെ ആകരുത് എന്നുള്ളത് ഐൻസ്റ്റീൻ്റെ ടീച്ചർ കാണിച്ചു തന്നു. ഒരു അമ്മ എങ്ങനെ ആവണം എന്നുള്ളത് ഐൻസ്റ്റീൻ്റെ അമ്മ കാണിച്ചു. നമുക്കത് ഫോളോ ചെയ്യാം. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Good morning, everyone. Thank you to our teacher and friends for today's class. With gratitude to all, I am signing out now. See you in the next class. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.